തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂപൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവളി അമ്മാനം മാനത്തെ കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ അറിഞ്ഞു. സാരമില്ല. കരയണ്ട. ഒന്നും പറ്റില്ലല്ലോ. കരയണ്ട.
എന്നാലെന്താ, ഞാൻ കെട്ടാൻ പോണ പെണ്ണല്ലേ നീ. എന്ന് വെച്ച് ഇപ്പോഴേ എല്ലാരും അറിയിക്കണം. അറിയട്ടെന്നേ, എല്ലാവരും അറിയട്ടെ. അങ്ങനെ അങ്ങ് പോയാലെങ്ങനാ? ഒരു ഉപകാര സ്മരണയൊക്കെ വേണ്ടേ? ആരെങ്കിലും കാണും. കയ്യിന്ന് വിട്. കയ്യിന്ന് വിടാൻ. ഒന്ന് അടങ്ങ പെണ്ണേ, ഒരു സ്വീറ്റ് സമ്മാനം തന്ന വീടാ. ഒരു സമ്മാനമില്ല, ഒന്ന് പോയേ. അറിയാലോ എന്നെ, മനസ്സറിഞ്ഞ് തന്നില്ലെങ്കിലേ തട്ടിപ്പറിച്ച് വാങ്ങി ഞാൻ. പ്ലീസ്. എന്താ നിനക്കിത്ര ബുദ്ധിമുട്ട്? ആരെങ്കിലും കാണും, ഒന്ന് പോ. നന്ദിനി, എക്സ്ക്യൂസ് മീ, യെസ്, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഈ തിരക്കെല്ലാം ഒഴിഞ്ഞ് സമയവും സൗകര്യവും കിട്ടുമെങ്കിൽ ഒരു ഉപകാരം ചെയ്യണം. നിങ്ങളുടെ അനിയനെ വിളിച്ചൊന്ന് ഉപദേശിക്കണം. നന്നാവൊന്നും ഉറപ്പുണ്ടായിട്ടൊന്നുമല്ല, അബദ്ധത്തിൽ അങ്ങനെ നന്നായാലോ? മനസ്സിലായില്ല. മനസ്സിലാവില്ല. എന്ത് തന്നെ കൺമുമ്പിൽ കണ്ടാലും കണ്ണടച്ച് മനസ്സിലായില്ലെന്ന് നടിക്കുന്നവരാ നിങ്ങളൊക്കെ. പക്ഷെ അതൊന്നും ഞങ്ങളെ പോലുള്ള പാവങ്ങൾക്ക് പറ്റില്ല. അങ്ങനെ ഒന്ന് കണ്ടതുകൊണ്ടാ ഇവിടെ വന്നിങ്ങനെ നിൽക്കേണ്ടി വന്നത്. കാര്യം എന്താണെന്ന് പറ. ഓടി ഇങ്ങോട്ട് വന്ന് അനിയനെ ഉപദേശിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്തു പറഞ്ഞു ഉപദേശിക്കാനാ? മേലാൽ ഇനി തെമ്മാടിത്തരം കാണിക്കരുതെന്ന് അവന് പറഞ്ഞു കൊടുത്തേക്കണം. വന്നിപ്പോ വീടിന്റെ പടി വരെ എത്തി. ഇനി അതിനകത്ത് കയറാനും മടിക്കില്ലവൻ. അതെ, മനസ്സിനകത്ത് അങ്ങനെ പലതും കാണും. പക്ഷെ അതൊന്നും നടത്തിത്തരാൻ അവിടെ ആരും ഇല്ല. കൊള്ളാം. അപ്പൊ അതാണ് കാര്യം. അവനങ്ങനെ വീടിന്റെ അകത്ത് കയറുമെങ്കിലേ അത് അവിടെ ആരെങ്കിലും ക്ഷണിച്ചാലേ കേറൂ. ഒരാളും ക്ഷണിക്കില്ല. അവിടെ ആർക്കും അതിന്റെ ആവശ്യമില്ല എന്ന് താൻ പറയുന്നതല്ലേ? അവനെ അവിടെ കയറ്റി സൽക്കരിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നവരൊക്കെ ഉണ്ടവിടെ അല്ലേ? അതുകൊണ്ട് വേണി ചെന്ന് ആദ്യം അവളെ ഒന്ന് ഉപദേശിക്കും. എന്നിട്ട് പറഞ്ഞേക്ക്, എന്തെങ്കിലും മോഹിച്ച് അവന്റെ പുറകെ നടന്ന് വേണ്ടാത്തൊന്നും വരുത്തി വെക്കണ്ടെന്ന്. ഉത്തരവാദിത്വം ഏറ്റെടുക്കാനേ അവനെ ചിലപ്പോ കിട്ടിയെന്ന് വരില്ല. കൊള്ളാം, അനിയന് പറ്റിയ ഏട്ടൻ. വലിയ തറവാട്ട് മഹിമയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന്റെ കുറച്ച് മാന്യതയെങ്കിലും പ്രതീക്ഷിച്ചു. എവിടെ ഉണ്ടാവാൻ? അതൊന്നും നിങ്ങൾക്ക് ജന്മത്തിലുണ്ടാവില്ല. മതി, നീ എന്നെ മാന്യത പഠിപ്പിക്കാനൊന്നും നിൽക്കണ്ട. നിന്റെ കുടുംബത്തിന്റെ മാന്യതയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്റെ അനിയന്റെ കാര്യം, ആണൊരുത്തനല്ലേ? വഴിയിൽ കുറച്ച് ചെളി കിടക്കുന്ന കണ്ടാൽ ഒരു രസത്തിന് അതിലൊന്ന് കയറി ചവിട്ടിന്നിരിക്കും. അത് കഴിയാ പോയില്ലേ? നിങ്ങളുടെ അനിയനെ ഉപദേശിക്കണം എന്ന് പറയാൻ വന്ന ഞാനാ മണ്ടി. അല്ലെങ്കിൽ തന്നെ ഇതിലേക്ക് ഉപദേശിക്കേണ്ട കാര്യം എന്താ? ഇന്നത്തെ കാലത്ത് ആണും പെണ്ണുമായി ഇങ്ങനെയൊക്കെയാ. കുറച്ചൊക്കെ ആസ്വദിക്കാതെ എന്തോന്ന് ജീവിതം. ആ ഒരു മനസ്സൊന്നും തനിക്കില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം മോള് വിഷമിക്കണ്ട. നാവിന് ഒരു ഉളുപ്പുമില്ലാത്ത ജാതിയാ. വെറുതെ പറഞ്ഞ് നാണം കിടാമെന്നല്ലാതെ ഒരു പ്രയോജനവും ഇല്ല. ഓരോന്ന് കാണുമ്പോ എങ്ങനെ പറയാതിരിക്കുമെങ്കിൽ? ഒരേ നുഖത്തിൽ കെട്ടാവുന്ന ഒരു ഏട്ടനും ഒരു അനിയനും, കയ്യിൽ കുറെ കാശുണ്ടെന്ന് കരുതി എന്തോ ആവാന്നല്ലേ ഇവരുടെയൊക്കെ ധാരണ. അതല്ലേ കാളക്കുറ്റന്മാരെ പോലെ ഇങ്ങനെ മതിച്ചു നടക്കുന്നത്. എത്ര ഉപദേശിച്ചാലും നന്നാവില്ല. പിന്നെന്തിനാ വെറുതെ മെനക്കിടുന്നേ? എന്നാലും അങ്കിൾ ഒന്ന് പറയണോ ഗൗരിയോട്? അവനായിട്ട് അവളുടെ ഭാവി നശിപ്പിക്കരുതെന്ന്.
അതേ ഉള്ളൂ. പറഞ്ഞു നോക്കാം. പക്ഷേ എനിക്കത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ല. ആരെന്ത് പറഞ്ഞാലും അതൊന്നും അവൻ വിലവെക്കില്ല. എനിക്കറിയാവുന്നതല്ലേ അവനെ. പിന്നെ അവനെ ഉപദേശിച്ച് നന്നാക്കേണ്ട ഏട്ടനാണെങ്കിൽ കണ്ടില്ലേ, ഇതാണ് സ്ഥിതി. ഗൗരിയെ മാത്രം ഞാൻ കുറ്റം പറയുന്നില്ലെങ്കിൽ തെറ്റ് നന്ദിനിയുടെ ഭാഗത്തുണ്ട്. എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല അവൾക്ക്. അവൾക്കറിയില്ലല്ലോ ഇവരുടെയൊക്കെ തനിനിറം. അതൊക്കെ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഞാൻ നോക്കിയിട്ട് യുവന്മാരെയൊക്കെ ഉപദേശിച്ച് നന്നാക്കുന്നതിൽ ഭേദം അതാ. ഓരോന്ന് കഴിയുമ്പോ വീണ്ടും ഓരോരോ പ്രശ്നങ്ങളാ. ശരിക്കും ഒരു ശാപം കിട്ടിയതുപോലെ. എത്ര ശ്രമിച്ചാലും ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല. എല്ലാം ശരിയാവും. മോള് വിഷമിക്കാതെ. എന്റെ കാര്യത്തിലല്ല, പാവ അമ്മായിയുടെ കാര്യം ഓർക്കുമ്പോഴാ. എന്തെല്ലാം സഹിച്ചു. എന്നും കണ്ണീരും പ്രാർത്ഥനയും. എന്നിട്ടും സങ്കടങ്ങൾക്ക് വല്ല കുറവുണ്ടോ? വേണേ പെട്ടെന്ന് കറണ്ട് പോയപ്പോ ജോലി മുടങ്ങിയല്ലേ? ഇതെവിടെ ഇരിക്കട്ടെ. എന്താ ജനലെടുത്ത് നിൽക്കുന്നു? ഒന്നുമില്ല, ഫയൽ നോക്കി ബോറടിച്ചപ്പോ വെറുതെ ഒന്ന് എണീറ്റതാ. ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം. ആരാ? എന്താ മാഷെ, മനസ്സിലായോ എന്നെ? ഞാൻ ഗിൽബർട്ട് ഡിസൂസ. എന്നെ മറന്നാലും എനിക്ക് ആരെയും മറക്കാൻ പറ്റില്ല ഗോവിന്ദ മാഷെ. അതാ ഞാൻ വന്നത്. വന്ന് കണ്ട് വിവരങ്ങളൊന്നറിയാൻ, പിന്നെ ചിലത് അറിയിക്കാനും. എങ്ങനെയുണ്ട് ഇരുമ്പഴി എണ്ണിയുള്ള ജീവിതം? കുറച്ചുനാൾ ഞാനും അനുഭവിച്ചതാ മാഷേ, തൻ്റെ മോള് കാരണം. അഴി എണ്ണുമ്പോ അതും കൂടി നോർത്തോളൂ താൻ. വിടില്ല ഞാൻ അവളെ. എന്നെ അടച്ചുപൂട്ടി സൂചിച്ചില്ലേ കുറച്ചു നാൾ അവള്. ഇപ്പതാ ഞാൻ പുറത്ത്. ഇനി ഞാൻ ഉണ്ടാവും അവളുടെ പിന്നാലെ, ഒരു വേട്ടനായെ പോലെ.
നോക്കിക്കോ താൻ. എനിക്കാകാവുന്നതിനും അപ്പുറം പിച്ച് ചീന്തും ഞാൻ അവരുടെ ജീവിതം. അരുത്, എന്റെ മോളെ ഉപദ്രവിക്കരുത്. പിന്നെ എങ്ങനെയാടോ ഞാൻ കണക്ക് തീർക്കേണ്ടത് അവളോട്? എന്നെ എന്തു വേണമെങ്കിലും ചെയ്തോ, ഈ ജീവൻ തന്നെ എടുത്തോ. പക്ഷേ എന്റെ മോളെ വെറുതെ വിടണം. അതൊരു നെറുകേടല്ലേ കാരണവരെ? ചതിച്ചവനോട് ചതിക്ക് ചതി, അതായി ഗിൽബർട്ടിന് ശീലം. ദയവ് ചെയ്ത് എന്റെ മോളെ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. കാര്യമില്ലടോ അതുകൊണ്ടൊന്നും. കഴിയുമെങ്കിൽ മുകളിലേക്ക് നോക്കി അറിയാവുന്ന ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുതാൻ, മോളുടെ ആയുസൊന്ന് നീട്ടിക്കിട്ടാൻ. അവിടെയും തനിക്ക് പിഴച്ചാൽ വിധിയെ പഴിച്ച് നരകിച്ചോ താൻ ശിഷ്ടകാലം. ഹലോ, വേണി, നന്ദഗോപന. എന്താ സർ? ഐ ആം സോറി വേണി. ഐ ഹാവ് എ ബാഡ് ന്യൂസ് ഫോർ യു. എന്താ എന്താ സർ? സർ, അച്ഛൻ എവിടെ? ഐസിയുല, വരൂ. ഗോപ, എന്റെ അച്ഛൻ. അച്ഛന് വിഷമിക്കാനൊന്നുമില്ല, അച്ഛനൊന്നും സംഭവിച്ചിട്ടില്ല.